കൂത്താട്ടുകുളം നഗരസഭയിൽ 2026-27 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ നടന്നു. അനൂപ് ജേക്കബ് എം.എൽ.എ. ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ റെജി ജോൺ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിൻസ് പോൾ ജോൺ പദ്ധതി അവതരണം നടത്തി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലിസി ജോസ്, കൗൺസിലർമാരായ മായാദേവി, പി.സി. ഭാസ്കരൻ, സാറ ടി.എസ്., ബിജു ജോൺ, സണ്ണി കുര്യാക്കോസ്, നഗരസഭാ സെക്രട്ടറി ഷീബ എസ്. തുടങ്ങിയവർ പങ്കെടുത്തു. മിതമായിട്ടേ ഉള്ളൂ എന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കിയത്. 2026-27 വർഷത്തേക്കുള്ള അന്തിമമായിട്ടുള്ള വികസന സെമിനാർ നമ്മുടെ ഇന്ന് ആരംഭിക്കുന്നത്. നമ്മുടെ ആസൂത്രണ സമിതി അതുപോലെ തന്നെ എല്ലാ വാർഡിലെയും വാർഡ് സഭ കഴിഞ്ഞ് നമ്മുടെ നിർദ്ദേശങ്ങളെല്ലാം ഇതിലേക്ക് വരികയും അത് നമ്മൾ ഇതിലേക്ക് ചേർക്കുകയും ചെയ്യുന്ന ഇന്നെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വികസന സെമിനാർ പൂർത്തീകരിക്കുകയാണ്. പഞ്ചവത്സര പദ്ധതിയുടെ അവസാന വർഷ വികസന രേഖ തയ്യാറാക്കുന്നതിൻ്റെ അന്തിമഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 2015 ഡിസംബർ മാസം 1-ാം തീയതി രൂപം കൊണ്ട കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റി 10 വർഷം കഴിഞ്ഞ് 3ാമത്തെ ടേമിലേക്ക് തുടങ്ങുന്ന ആദ്യത്തെ വികസന സെമിനാറുമാണെന്ന പ്രത്യേകത ഇവിടെയുണ്ട്. കഴിഞ്ഞ മാസം നമ്മൾ ചേർന്ന വർക്കിംഗ് ഗ്രൂപ്പുകളും ആസൂത്രണ സമിതിയും അതിനുശേഷം 26 ഗ്രാമസഭകളും കൂടെ ചേർന്ന ഇത്തരത്തിലുള്ള സെമിനാറുകൾ ക്രമീകരിച്ച് ഏതൊക്കെ മേഖലകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണം എന്നതിനെക്കുറിച്ചുള്ള സമഗ്രമായ ചർച്ചകൾ വിവിധ മേഖലകളെ ബന്ധപ്പെട്ടുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വിവിധ വിഷയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട വിവിധ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള ചർച്ചകളിൽ സെമിനാറുകളിൽ നമ്മൾ മുമ്പോട്ട് വെക്കുന്നത്. വിവിധ തലത്തിലുള്ള സഭകൾ കൂടി അതിനുശേഷം വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളിലൂടെയും ഗ്രാമസഭകളിലൂടെയും ഒക്കെ എത്തിക്കുന്ന വിഷയങ്ങൾ അത് നമുക്ക് ഏറ്റവും മുൻഗണനാക്രമത്തിൽ എത്തിക്കുക എന്നത് ആവശ്യമായ ഒന്നാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് പാസ്സാക്കിയതിന് ശേഷം നമ്മുടെ സംസ്ഥാന ബഡ്ജറ്റിൻ്റെ 1/3 ലഭിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭ്യമാകുന്ന ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അൾട്ടിമേറ്റ്ലി ജനങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.